പത്തനംതിട്ടയിൽ അവിവാഹിതയായ 21കാരി പ്രസവിച്ച കുഞ്ഞിനെ കൊന്ന് വാഴയിലയിൽ പൊതിഞ്ഞെറിഞ്ഞു. പത്തനംതിട്ട മെഴുവേലിയിൽ അവിവാഹിതയായ 21കാരി പ്രസവിച്ച കുഞ്ഞിനെ കൊലപ്പെടുത്തി അടുത്ത ആളൊഴിഞ്ഞ പറമ്പിലേക്ക് എറിഞ്ഞ സംഭവത്തിൽ കൂടുതൽ വിവരങ്ങൾ പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ്. ഇന്നലെ പുലർച്ചെ 4 മണിയോടെയാണ് 21കാരി വീട്ടിലെ ശുചിമുറിയിൽ പ്രസവിച്ചതെന്നും കുഞ്ഞ് കരഞ്ഞയുടനെ ആരും കേൾക്കാതിരിക്കുവാൻ കുഞ്ഞിൻ്റെ വാ പൊത്തിപ്പിടിച്ചപ്പോൾ ശ്വാസം മുട്ടിയാണ് കുഞ്ഞ് മരിച്ചതെന്നും പൊക്കൽക്കൊടി തനിയെ മുറിഞ്ഞു പോയതാണെന്നും ശ്വാസം മുട്ടി കുഞ്ഞ് മരിച്ചതോടെ അടുത്ത പുരയിടത്തിൽ നിന്നും ഒരു വാഴയില വെട്ടി ഇതിൽ കുഞ്ഞിനെ പൊതിഞ്ഞ് സമീപത്തുള്ള ആളൊഴിഞ്ഞ പറമ്പിലേക്ക് എറിഞ്ഞു കളഞ്ഞു എന്നുമാണ് പെൺകുട്ടി പോലീസിന് മൊഴി നൽകിയിരിക്കുന്നത്. കാമുകനാണ് ഗർഭിണിയാക്കിയത്. ഗർഭിണിയാണെന്ന വിവരം വീട്ടുകാരോട് മറച്ചുവെച്ചു. പ്രസവം നടന്നത് വീട്ടുകാർ അറിഞ്ഞില്ല എന്നാണ് പെൺകുട്ടി പറയുന്നത്. എന്നാൽ പോലീസ് ഈ മൊഴികൾ പൂർണ്ണമായും വിശ്വസിച്ചിട്ടില്ല. 9 മാസം കഴിഞ്ഞ് പെൺകുട്ടി ഗർഭിണിയാണെന്ന് മാതാപിതാക്കൾ അറിഞ്ഞില്ല എന്ന് പറയുന്നത് അവിശ്വസനീയമാണ്. പുലർച്ചെ പ്രസവവേദന വന്നപ്പോൾ പെൺകുട്ടി തനിയെ മാനേജ് ചെയ്ത് കുട്ടിയെയും കൊലപ്പെടുത്തി അടുത്ത പുരയിടത്തിൽ എറിഞ്ഞു കളഞ്ഞാൽ ആരും അറിയില്ല, വല്ല പട്ടിയും കടിച്ചെടുത്ത് കൊണ്ടുപോയിക്കോളും എന്നൊരു പക്ഷേ അവൾ വിചാരിച്ചു കാണും. പക്ഷേ പദ്ധതികളെല്ലാം പാളിയത് അമിത രക്തസ്രാവത്തെ തുടർന്ന് പെൺകുട്ടിയെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചതോടുകൂടിയാണ്. അമിത രക്തസ്രാവത്തെ തുടർന്ന് പെൺകുട്ടി ഇപ്പോൾ തീവ്രപരിചരണ വിഭാഗത്തിൽ ചികിത്സയിലാണ്. ആരോഗ്യനില വീണ്ടെടുത്ത ശേഷം വിശദമായി പോലീസ് മൊഴിയെടുക്കും. എന്നാൽ 2 ദിവസം മുമ്പ് പ്രസവം നടന്നിട്ടുണ്ട് എന്നാണ് പരിശോധനയിൽ മനസ്സിലായതെന്നാണ് പെൺകുട്ടിയെ ചികിത്സിച്ച ആശുപത്രിയിലെ ഗൈനക്കോളജിസ്റ്റ് അറിയിച്ചത്. മാതാപിതാക്കളുടെ നിശബ്ദതയും ദുരൂഹമാണ്. അമിത രക്തസ്രാവത്തെ തുടർന്ന് പെൺകുട്ടി ചികിത്സ തേടിയതോടെയാണ് പ്രസവം നടന്ന വിവരം പുറത്തറിഞ്ഞത്. ആദ്യം കിടങ്ങന്നൂരിലെ സ്വകാര്യ ആശുപത്രിയിലും പിന്നീട് അവിടെ നിന്ന് ചെങ്ങന്നൂരിലെ ഉഷ ഹോസ്പിറ്റലിലും എത്തിച്ചു. പ്രസവം നടന്നതായി ഡോക്ടർമാർക്ക് ബോധ്യപ്പെട്ടതോടെയാണ് അവർ പോലീസിൽ വിവരം അറിയിച്ചത്. ആദ്യം പെൺകുട്ടി ഇക്കാര്യം നിഷേധിച്ചെങ്കിലും പിന്നീട് കുട്ടിയെ ഉപേക്ഷിച്ച സ്ഥലമടക്കം നഴ്സിനോട് പറയുകയായിരുന്നു. പോലീസ് എത്തിയപ്പോൾ കുഞ്ഞിൻ്റെ മൃതദേഹം വാഴയിലയിൽ പൊതിഞ്ഞു കെട്ടിയ നിലയിൽ കണ്ടെത്തി. ആ ദൃശ്യങ്ങളിലേക്ക്. പെൺകുട്ടി കൊലപ്പെടുത്തി അടുത്ത പറമ്പിലേക്ക് എറിഞ്ഞ കുഞ്ഞിൻ്റെ മൃതദേഹം കോട്ടയം മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോയി പോസ്റ്റ്മോർട്ടവും നടത്തി. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വന്നു കഴിഞ്ഞാൽ മാത്രമേ കൂടുതൽ വിവരങ്ങൾ വ്യക്തമാകുകയുള്ളൂ. അതുപോലെ പെൺകുട്ടി അപകടാവസ്ഥ തരണം ചെയ്തെങ്കിൽ മാത്രമേ കാമുകൻ്റെ ഉൾപ്പെടെയുള്ള വിവരങ്ങൾ പുറത്തു വരികയുള്ളൂ. ഓർക്കുക, ഒരു പെൺകുട്ടി ഗർഭിണിയായി 9 മാസം കഴിഞ്ഞിട്ടും പ്രസവിച്ചിട്ട് പോലും വീട്ടുകാർ അറിഞ്ഞില്ല പോലും. നമ്മുടെ കുടുംബങ്ങളുടെ അവസ്ഥ നോക്കുക. i2i News, an eye for truth. i2i News സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.